നിലവിലെ ചാമ്പ്യന്മാരെന്ന നിലയിൽ 2026 T20 വേൾഡ് കപ്പ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ്. സ്വന്തം കണ്ടീഷനിൽ, അതായത് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ ആയിട്ടാണ് മത്സരം നടക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നടക്കുന്ന ഈ ഒരു ലോകകപ്പിൽ കിരീടം തന്നെയാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. കാരണം ഇതിലും നല്ലൊരു അവസരം, തുടർച്ചയായി 2 ലോക കിരീടങ്ങൾ നേടാൻ ഇതിലും നല്ലൊരു അവസരം ഇന്ത്യക്ക് ലഭിക്കില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പിന് വേണ്ടിയിട്ട് വളരെ നേരത്തെ തന്നെ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് ടീമിനെ പ്രഖ്യാപനം കൂടി ഇന്ത്യ നടത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഡെഡ് ലൈൻ ഒക്കെ ആകുമ്പോഴേക്കും ഇന്ത്യൻ ടീമിനെ സ്ക്വാഡ് നമ്മൾ തീർച്ചയായിട്ടും നേരത്തെ ഒരു T20 പരമ്പരക്ക് ന്യൂസിലാൻഡിന്റെ പരമ്പരക്കും ഇന്ത്യൻ ലോകകപ്പിന് വേണ്ടി ടീമിനെ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആവശ്യത്തിന് മുന്നൊരുക്കത്തിലുള്ള സമയങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് വേണം പറയാം. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അതായത് ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള പരമ്പര കഴിയുന്നതോടുകൂടി ഇന്ത്യ ലോകകപ്പിനുള്ള ടീമിനെ കൂടി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസിലാൻഡ് പരമ്പരയിൽ ഏത് ടീമാണോ കളിക്കുന്നത് ആ ടീം തന്നെ ആയിരിക്കും ലോകകപ്പിലും എന്ന് നമ്മൾ നേരത്തെ തന്നെ പല സമയത്തും പറഞ്ഞിരുന്നു. അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. മറ്റു ടീമുകളൊന്നും അങ്ങനെ ഈ പറയുന്ന പോലെ സ്ക്വാഡ് അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല. ഇപ്പൊ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഈ ഇന്ത്യയിലും ശ്രീലങ്കയിലും നടക്കുന്ന ഒരു ലോകകപ്പ് എന്ന നിലയിൽ മധ്യനിരയിലെ ബോളർമാരുടെ പ്രകടനം വളരെ നിർണായകമാണ്. അത് നമ്മൾ ബോളർമാരുടെ മധ്യനിരയിൽ ഇന്ത്യൻ ടീമിന്റെ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ കുൽദീപ്, വരുൺ ചക്രവർത്തി, അതുപോലെ തന്നെ അക്സർ, വാഷിംഗ്ടൺ സുന്ദർ, പിന്നെ പേസ് ബോളിംഗ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ശിവൻ ദുബെ, ഹാർദിക് പാണ്ഡ്യ, നമുക്ക് മധ്യനിരകളിൽ ഉപയോഗപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള താരങ്ങൾ. ഈ ഇന്ത്യനെ സംബന്ധിച്ച് ഇത് തന്നെയല്ലേ ഒരു നമ്മളിപ്പോ പല കരുത്ത് സ്ട്രെങ്ത് പറയുമ്പോൾ ലോകകപ്പിൽ നമുക്ക് ഒരുപാട് കരുത്തുകളുണ്ട്. ടോപ്പ് ഓർഡർ, അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, വരുൺ ചക്രവർത്തിനെ പോലുള്ള ഒരു ബോളർ, ഇങ്ങനെ ഒരു വലിയ കരുത്തുകൾ ഇന്ത്യക്ക് ഉള്ളപ്പോഴും മധ്യനിരയിലെ ബോളിംഗ് വളരെയധികം നിർണായകമല്ലേ? തീർച്ചയായും. ഇപ്പൊ സൈഫ് പറഞ്ഞാൽ തന്നെ അതിന്റെ ഉത്തരം വന്നു കഴിഞ്ഞു. ഹാർദിക് പാണ്ഡ്യ, വരുൺ ചക്രവർത്തി 2 കരുത്തുകളുടെ സൈഫ് എടുത്തു പറഞ്ഞു. അപ്പോൾ മധ്യനിരയിലേക്ക് വരുമ്പോൾ ഈ 2 താരങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതിൽ വരുൺ ചക്രവർത്തിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വരുന്നത്. ഇന്ത്യൻ കണ്ടീഷനിൽ ഈ പറഞ്ഞ തന്നെ ശ്രീലങ്കയിലാകുമ്പോൾ നമുക്ക് ലോകകപ്പ് നേടാൻ ഏറ്റവും വലിയ ചാൻസ് വരുന്നത് 2010 ഏകദിന ഫോർമാറ്റിലെ ലോകകപ്പ് നേടിയതും ഈ ഇന്ത്യയും ശ്രീലങ്ക ആദ്യമായിട്ട് വെച്ച എഡിഷനിലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ T20യിലേക്ക് വരുമ്പോൾ ഒരു കപ്പ് നമ്മളിപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരാണ്. ഇപ്പോൾ പറഞ്ഞ ക്ലിയർ ആയിട്ട് നമുക്ക് തുടർച്ചയായി 2ാമത്തെ ലോകകപ്പ് നേടാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും മികച്ച കണ്ടീഷനിലാണ് ഇന്ത്യയുള്ളത്. സൂര്യകുമാർ യാദവിനും സംഘത്തിനും അതിന് എല്ലാ സന്നാഹങ്ങളും സർവ്വസന്നാഹങ്ങളും ഉണ്ട്. അതിലെ പ്രധാന പോരാളികൾ ഈ പറഞ്ഞ വരുൺ ചക്രവർത്തിയും ഹാർദിക് പാണ്ഡ്യയും തന്നെ ആയിരിക്കും. അതിൽ വരുൺ ചക്രവർത്തിയുടെ സ്പിൻ മാന്ത്രികത നമ്മളിപ്പം ഒരു അടുത്ത കാലത്ത് എനിക്കൊന്നൊരു കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിക്ക് ആ സമയത്തോട്ട് ഫോർമാറ്റ് പറ്റുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ആ ഒരു ടൈം തൊട്ട് മുന്നേ വേണമെങ്കിൽ പറയാം, ഒരു വരുൺ ചക്രവർത്തിയിൽ വലിയൊരു മാറ്റം നമ്മൾ കണ്ടുപിടങ്ങാണ്. വരുൺ ചക്രവർത്തി നേരത്തെ തന്നെയാണെങ്കിലും ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒരു നെടുംതുണയും മറന്നു. ഇപ്പോൾ T20 ക്രിക്കറ്റിൽ വരുൺ ചക്രവർത്തിയെ മാറ്റി നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഉണ്ട്. മറ്റേ ബൂമ്ര എന്താണോ പേസ് ബോളിംഗ് ചെയ്യുന്നത് അതുപോലെ വരുൺ ചക്രവർത്തി സ്പിൻ ബോളിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. എതിരാളികൾക്ക് ബാറ്റ്സ്മാൻമാർക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പന്ത് അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒന്നിച്ചുള്ളത് കുൽദീപ് യാദവ്, അടുത്തൊരു താരം. നമുക്കറിയാം കുൽദീപ് യാദവിന്റെ പന്തുകൾ കരിയർ തുടക്കം മുതലായിരുന്നു. ഇപ്പോൾ റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതൊക്കെ ചർച്ചകൾ നടക്കുകയാണെങ്കിലും കുൽദീപ് ഇപ്പോഴും മൂർച്ച പോകാത്ത ഒരു ബോളറായിട്ട് നിൽക്കുന്നുണ്ട്. അതിനൊന്നിച്ച് അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും വരുമ്പം ബോളിങ്ങിലും ബാറ്റിങ്ങിലും സംഭാവന ചെയ്ത 2 താരങ്ങൾ വരുമ്പം ഇന്ത്യയുടെ മധ്യനിരയിൽ ബോൾ ചെയ്യാൻ മധ്യനിര കരുത്ത്, ഇന്ത്യയുടെ മധ്യനിര പന്തറിയുന്ന കരുത്തുള്ളത് അതിൽ എതിരാളികൾ ഭയക്കണം. പ്രത്യേകിച്ച് ഈ കണ്ടീഷൻ സ്പിന്നിനെ തുണക്കുന്ന കണ്ടീഷനാണല്ലോ. എതിരാളികൾക്കെല്ലാം ഒരു ഇന്ത്യൻ കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഒരു സ്പിൻ ബോളറെ കണ്ടെത്തി ആരെ വേണം എന്നുള്ളൊരു ഇതിനായിരിക്കും നിൽക്കുന്നത്. എന്തായാലും സ്പിന്നിന് പരിഗണന നൽകിയ എല്ലാ ടീമും സ്ക്വാഡിനെ പ്രഖ്യാപിക്കുക. അതിൽ ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ ഈ നോക്കി സ്പിന്നർമാരുടെ എണ്ണം ഇനി മറ്റുള്ള ടീമുകളുടെ സ്ക്വാഡിലും പ്രതിഫലിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ പിച്ചുകളിലേക്ക് വരുന്നത് ഒരു റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇന്ത്യയിലെ ഈ ടെസ്റ്റിലേക്ക് കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ യാതൊരു ബന്ധവുമില്ല, യാതൊരു കണ്ടീഷനും ഇല്ല. ഒരു കെണിയൊരുക്കി ഒരു കൊൽക്കത്തയിൽ നമ്മൾ ഈ മൂക്കുമുത്തി വീണത് നമ്മൾ കണ്ടിരുന്നു. അപ്പം നമ്മുടെ ഈ ബാറ്റ്സ്മാൻമാർക്ക് T20 ടീമിൽ ആ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. എത്ര വന്നാലും അടിച്ചു കളിക്കുന്ന യുവ താരങ്ങളെല്ലാം സെറ്റാണ്. പക്ഷെ നമ്മളെ ടെസ്റ്റ് ഫോർമാറ്റിൽ നമ്മൾ കണ്ടാണ് സ്പിന്നിനെ കളിക്കാൻ പറ്റാണ്ട് ബാറ്റ്സ്മാർ ഒന്ന് പതർന്നത്. അപ്പോൾ അതുപോലത്തെ ഇതിലേക്ക് നല്ല താരങ്ങളെ ഈ പറഞ്ഞ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമ്പോൾ നല്ല താരങ്ങളെ സ്പിൻ താരങ്ങൾ ഉൾപ്പെടുത്താൻ എല്ലാ ടീമും എല്ലാ രാജ്യങ്ങളും ശ്രമിക്കും. അപ്പോൾ അവർ വരുമ്പോൾ അവരെ കരുതാൻ കൂടി ഇന്ത്യയുടെ കരുതിയിരിക്കേണ്ടി വരും. കാരണം ഒരു സ്പിന്നിൻ്റെ ഒരു യുദ്ധം തന്നെയായിരിക്കും കാണാൻ വേണ്ടി പോകുന്നത്. അതിൽ ഇന്ത്യക്ക് കരുത്താവുന്നത് ആ സ്പിന്നെ നയിക്കാൻ വേണ്ടി വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവിനും പോലുള്ള താരങ്ങളുണ്ട്. ഇപ്പോൾ 2 പേരും 11 കളിക്കുമെന്ന് അറിയില്ല. എങ്കിൽ കൂടി കൂടുതൽ കണ്ടീഷനിൽ അവർ കളിക്കാൻ ചാൻസ് കൂടുതൽ കാണുന്നത്. കാരണം അങ്ങനത്തെ പിച്ചുകളാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യക്ക് മറ്റു ടീമുകളുടെ മേലെ ആധിപത്യം നേടാൻ വേണ്ടി വരുൺ ചക്രവർത്തിനെ പോലെ താരങ്ങളോട് കഴിയും. അതുതന്നെയായിരിക്കും എതിരാളികളെ ഭയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ ഹോം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഹോം കണ്ടീഷനിൽ 2024 T20 ലോകകപ്പിന് ശേഷം ഇന്ത്യയുടെ മിഡിൽ ഓവറുകളിലുള്ള ഇന്ത്യൻ ബൗളർമാരുടെ ഒരു സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ 12 പന്തുകളിലും അല്ലെങ്കിൽ ഓരോ 2 ഓവറിലും ഇന്ത്യൻ താരങ്ങൾക്ക് മിഡിൽ ഓവറുകളിൽ വിക്കറ്റുകൾ വീഴ്ത്താൻ പറ്റുന്നുണ്ട് എതിരാളികളുടെ എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതേസമയം ശ്രീലങ്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് 16 ആണ്. ഒരു 16 പന്തുകൾ പിന്നിടുമ്പോഴാണ്, അതായത് ഇന്ത്യയും ശ്രീലങ്കയും
ശ്രീലങ്കയും ആതിഥേയരാകുന്ന ലോകകപ്പിൽ സംബന്ധിച്ച് ശ്രീലങ്കയേക്കാൾ മികച്ച ഒരു സ്ട്രൈക്ക് റേറ്റ്, ബോളിംഗ് സ്ട്രൈക്ക് റേറ്റ് മധ്യനിരയിൽ ഇന്ത്യൻ ടീമിനുണ്ട് എന്നുള്ളത് ഒരു കരുത്ത് തന്നെയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെയുള്ള ഓപ്ഷനുകളാണ് വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, അക്സർ, വാഷിംഗ്ടൺ സുന്ദർ. നമുക്കറിയാം ഇവരില് ചില താരങ്ങളുടെ ഒരു പെർഫോമൻസ്, സമീപകാല പെർഫോമൻസിന്റെ കാര്യത്തിൽ പല തർക്കങ്ങളും ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ വാഷിംഗ്ടൺ സുന്ദറിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിൽ തർക്കം ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ശിവൻ ദുബെ, ഹാർദിക് പാണ്ഡ്യ എല്ലാം കൊണ്ടും തിളങ്ങി നിൽക്കുന്ന സമയത്ത് ശിവൻ ദുബെയുടെ കാര്യത്തിൽ പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരു ടീം കോമ്പിനേഷൻ എന്ന രീതിയിൽ ഇന്ത്യക്ക് ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു കരുത്തുറ്റ ഒരു സ്പിൻ അറ്റാക്ക്, വരുൺ, കുൽദീപ്, അക്സർ, വാഷിംഗ്ടൺ എന്ന് പറയുമ്പോൾ ആ 4 താരങ്ങൾ അവിടെ ഇന്ത്യൻ സ്പിന്നിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് ഇത് ചെയ്യാനുണ്ട്. ഇതിൽ വാഷിംഗ്ടണും അക്സറും ബാറ്റ് കൊണ്ടും തിളങ്ങാൻ കഴിയുന്ന താരങ്ങളാണ്. മറുവശത്ത് നമ്മൾ ഹാർദിക്, അതുപോലെ തന്നെ ശിവൻ ദുബെ ഇവരെ നോക്കുകയാണെങ്കിൽ ശിവൻ ദുബെ സമീപകാലത്താണ് ബോളിംഗിൽ ഒരു അതായത് ഒരു കൂടുതലും ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ ആയിട്ട് നിന്നിരുന്ന ശിവൻ ദുബെ ഇപ്പൊ കൂടുതലായിട്ട് ബോളിംഗിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനെതിരെ വിമർശനമുള്ള ആളുകളുണ്ട്. കാരണം ശിവൻ ദുബെനെ സംബന്ധിച്ച് എല്ലാ തരത്തിലും നമുക്കൊക്കെ വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കരുത്തുറ്റ ഒരു ബാറ്റിംഗ് നിരക്കെതിരെ ശിവൻ ദുബെ ചിലപ്പോൾ ഒരു പക്ഷേ തല്ലുവാങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. കാരണം ആ ബോള് ചെയ്യുന്ന സമയത്തുള്ള സ്ലോ ബോൾ തന്ത്രങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷേ വലിയ നല്ല രീതിയിൽ പന്തിനെ റീഡ് ചെയ്ത് കളിക്കാൻ കഴിയുന്ന ബാറ്റർമാർക്കെതിരെ പിഴച്ചു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും അടി കിട്ടുന്ന ഒരു സാഹചര്യം അങ്ങനെ കാണാറുണ്ട്. പക്ഷെ അതെ, അതാണ് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചില വമ്പന്മാരുടെ വിക്കറ്റുകൾ എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് ചില മത്സരങ്ങളിൽ പിന്നെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശിവദുബെക്ക് കഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന താരമല്ല. ആ കരുത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലണ്ടും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയാണ് നിലവിൽ ഈ 2024 T20 വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യയിൽ വന്ന് കളിച്ചിട്ടുള്ള 2 ടീമുകൾ. ഇനിയിപ്പോ ന്യൂസിലാൻഡ് കളിക്കാൻ നിൽക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന തരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഒരു ആധിപത്യം ഇന്ത്യക്ക് പുലർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ദക്ഷിണാഫ്രിക്കക്കെതിരെ നമ്മൾ ചില ഈ മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക വളരെ ശക്തിയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി ന്യൂസിലാൻഡിനെതിരെയുള്ള ഒരു പരമ്പര ശരിക്കും പറഞ്ഞ ഒരു സന്നാഹ മത്സരം ഈ ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള പരിശീലന മത്സരം പോലെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ന്യൂസിലാൻഡ് അങ്ങനെയായിരിക്കും കാണുന്നത് ഇന്ത്യൻ വെച്ചിട്ടുള്ള മത്സരം വരുന്നത് ലോകകപ്പ് തൊട്ട് മുമ്പ്. അത് 2 ടീമിന് ദൗർബല്യം കൂടുതൽ വെളിവാക്കുന്ന ഒരു മത്സരം കൂടി മാറും. കാരണം ഇപ്പൊ ഫോമിലില്ലാത്ത സൂര്യകുമാർ യാദവിനെ പോലുള്ള താരങ്ങൾക്ക് ഫോം തെളിയിക്കേണ്ടതുണ്ട്. ഈ ബൗളർമാർക്കാണെങ്കിൽ കൂടി തന്നെ റീഡ് ചെയ്യപ്പെടുന്നത് എല്ലാം പഠിക്കാൻ വേണ്ടി മറ്റു ടീമുകളെല്ലാം ഒറ്റുനോക്കുന്നതായിരിക്കും ഇന്ത്യൻ കണ്ടീഷനിലെ മത്സരങ്ങൾ. ഇപ്പൊ എപ്പോഴും നോക്കുന്നതന്നെയാണ്. പക്ഷേ ലോകകപ്പ് പടിവാദത്തിൽ നടക്കുന്ന ഒരു മത്സരം എന്ന് പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ ന്യൂസിലാൻഡ് പരമ്പര കുറച്ചും കൂടി ക്രൂഷ്യലായി മാറും. എല്ലാ താരങ്ങൾക്ക്, ഈ മധ്യന്തര ബോളർമാർക്ക് മാത്രമല്ല എല്ലാ താരങ്ങൾക്കും അതെ. അതിൽ നമ്മുടെ താരങ്ങൾക്ക് കുറച്ചധികം കൂടി ഇതാക്കാൻ വേണ്ടി പറ്റിയാൽ, ഇന്ത്യയുടെ ഈ മധ്യന്തര താരങ്ങൾക്ക് കരുത്ത് കളിക്കാൻ വേണ്ടി പറ്റിയാൽ, ആ ബോളിങ്ങിന്റെ ഒരു സ്ട്രെങ്ത് കൂടെ എടുക്കാൻ വേണ്ടി പറ്റിയാൽ, പേസ് നിരയിൽ നമുക്കിപ്പം പറയുമ്പം പിന്നെ പവർ പ്ലേ ആദ്യം എറിയാൻ വേണ്ടി ന്യൂ ബോൾ എറിയാൻ വേണ്ടിയിട്ട് ബൂമറയും അർഷ്ദീപും ഉണ്ട്. അത് വലിയ ഒരു സംശയം നമുക്ക് വരുന്നില്ല. അവർക്ക് 2 പേർക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ധാരണയുണ്ട്. ആ പവർ പ്ലേ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഈ മധ്യതര ഓവറുകൾ വരുമ്പോഴേക്ക് ഇവർക്ക് പന്തെടുക്കുമ്പോൾ, ഈ സ്പിന്നർമാരിലേക്ക് പന്തെത്തുമ്പോൾ അവിടെ ഒന്നും പിടിക്കാൻ കിട്ടില്ലെങ്കിൽ ഒരു ഗിയർ ചേഞ്ചിൻ്റെ അവസരം കൊടുക്കാതിരുന്നാൽ അത് തന്നെയായിരിക്കും കളി ഒരു ഇന്ത്യക്ക് ഒരു ആധിപത്യം നൽകാൻ വേണ്ടി പോകുന്നത്. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ ആങ്കർ ചെയ്ത് മാറിപ്പോയി കഴിഞ്ഞാൽ കളി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഫസ്റ്റ് ഇന്നിങ്സിലും സെക്കൻഡ് ഇന്നിങ്സിലും ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായി തടയും വരുൺ ചക്രവർത്തി പോലത്തെ താരങ്ങൾക്ക് പറ്റാറുണ്ട്. അതങ്ങനെ തന്നെ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ന്യൂസിലാൻഡിനെതിരെയുള്ള ഇത് പറയുമ്പോൾ ന്യൂസിലാൻഡിനെതിരെയാണ് ഇന്ത്യ ഈ പറയുന്ന ടെസ്റ്റിൽ, നേരത്തെ നിങ്ങൾ പറഞ്ഞ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടത്. അന്ന് ന്യൂസിലാൻഡ് സ്പിന്നർമാരുടെ പെർഫോമൻസ് വളരെ നിർണായകമായിരുന്നു. പക്ഷെ ഇത് ഫോർമാറ്റ് വേറെയാണ്. നമ്മളിത് പറയുമ്പോൾ ആരാധകർ കമന്റ് അടിക്കും, ഇത് ടെസ്റ്റ് അല്ല ടെസ്റ്റ് നോക്കിയിട്ടാണോ നിങ്ങൾ T20 ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആളുകൾ ചോദിക്കും. പക്ഷേ അതേ താരങ്ങൾ തന്നെയാണ്. അപ്പൊ ന്യൂസിലാൻഡിന്റെ സ്പിൻ അറ്റാക്ക് ആ രീതിയിൽ ഇന്ത്യക്കെതിരെ വലിയ ഒരു അവർക്കും പരിചയമുള്ള പിച്ചാണെന്ന് അതെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പരമ്പരയിൽ നമ്മൾ എങ്ങനെയാണ് ഇന്ത്യ കളിക്കുന്നത് എന്നുള്ളത് വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ സ്പിന്നിനെ വല്ലാതെ തുണക്കുന്ന പിച്ചാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു കോമ്പിനേഷൻ സെറ്റ് ചെയ്യാൻ 4 സ്പിൻ ഓപ്ഷനുകൾ ഇന്ത്യക്കുണ്ട്. അതുപോലെ തന്നെ പേസ് തുറക്കുന്ന ഒരു പിച്ചാണെങ്കിൽ ഹാർദിക്കിനെ പോലെ ഉള്ള ഒരു താരത്തെ ഉപയോഗപ്പെടുത്തി ഇന്ത്യക്ക് വളരെ വ്യക്തമായിട്ട്
നല്ല രീതിയിൽ ആ രീതിയിൽ ആധിപത്യം സൃഷ്ടിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടീം കോമ്പിനേഷനെ ഇന്ത്യക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓപ്ഷനുകൾ ഉണ്ട് എന്നാണ്. പിന്നെ പലരും പറയും ഈ ഓപ്ഷനുകൾ മതിയോ എന്നുള്ളത് ചോദിക്കുമ്പോൾ വരുൺ കുൽദീപ് നല്ല ക്വാളിറ്റിയുള്ള 2 സ്പിന്നർ, അക്സർ മോശമൊന്നുമല്ല. വാഷിംഗ്ടൺ സുന്ദർ നിലവിൽ ഫോമിൽ പലതരത്തിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും ആ രീതിയിലേക്ക് തന്റേതായ ദിവസത്തിൽ ഏറ്റവും മികച്ച ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുന്ന താരം തന്നെയാണ്. അതിപ്പോ ബാറ്റ് കൊണ്ടാണെങ്കിലും ബോൾ കൊണ്ടാണെങ്കിലും. അതുപോലെ തന്നെയാണ് ഹാർദിക്, ശിവൻ ദുബെ എന്ന് പറയുന്ന 2 താരങ്ങൾ. പിന്നെ ഇപ്പൊ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നമ്മൾ തന്നെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അമിതമായിട്ട് ബാറ്റിംഗ് ഡെപ്തിനെ ആശ്രയിക്കുന്ന ഒരു ഇത്. അതായത് ട്രഡീഷണൽ ആയിട്ട് നമുക്കറിയാം ഒരു ടീമിനകത്ത് എത്ര ഓൾറൗണ്ടർമാരുണ്ടാവും, ഇത്ര ഓൾറൗണ്ടർമാർ മതി എന്നുള്ള രീതിയിലൊക്കെ പല സ്പെഷ്യലിസ്റ്റ് ഇത് വരുന്നുണ്ട്. ഈ ഒരു സംഭവം മാറി വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ഇന്ത്യയുടെ മധ്യനിര ബോളർമാരുടെ ഒരു അറ്റാക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ 2 ഒഴികെ ബാക്കിയുള്ള എല്ലാ താരങ്ങളും ബാറ്റ് ചെയ്യുന്നവരാണ്. ഇപ്പൊ ഈ 4 സ്പിന്നർമാർ 2 പേസർമാർ നമ്മൾ പറഞ്ഞു, അതിൽ 4 പേര് ഓൾറൗണ്ടർ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രയധികം ഓൾറൗണ്ടർമാർ ടീമിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യക്ക് ഒരു കരുത്ത് പോയിന്റാണ്. തീർച്ചയായും നമുക്ക് നമ്മളിപ്പോൾ പറയുമ്പോൾ പിന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏകദിന ഫോർമാറ്റിലായാലും കൂടി ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മൾ കണ്ടു, ഏഷ്യ കപ്പിലാണ് കൂടി നമുക്കത് ഈ ഫോർമാറ്റിൽ തന്നെ നമുക്കത് കാണാൻ വേണ്ടി പറ്റി. ഈ പറഞ്ഞ പോലെ ഏഷ്യ കപ്പിൽ ടീമിൽ ഹാർദിക് ഉണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ ഹാർദിക്കിനോട് കരുത്ത് വരുമ്പോഴേക്ക് ആ ഡബിൾ സ്ട്രെങ്ത് ആവാണ്. ഈ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ബാറ്റ്സ്മാൻ 2 ബാറ്റ് ചെയ്യുന്ന താരങ്ങളാണ്. ഇപ്പം ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദുബെയും അവരും വരുമ്പോൾ വരുണും കുൽദീപും മാത്രം നമുക്ക് അതിനൊപ്പം ഹർഷ്ദീപിനെയും നമുക്ക് ബൂമറേനെയും പറയാം. അവർ മാത്രമാണ് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന 4 താരങ്ങൾ വേണം പറയാൻ വേണ്ടി. 7 താരങ്ങൾ 8 താരങ്ങൾ ഓൾറൗണ്ടർമാർ വെച്ച് കളിക്കുന്ന ടീമായിട്ട് ഇന്ത്യ മാറാറുണ്ട് ഈ മത്സരങ്ങൾ. ബാറ്റിംഗ് 8 പേരാണ് ശരിക്കും. എനിക്കൊന്നും ഗംഭീറിന്റെ കണക്കിൽ ബാറ്റർമാർ 8 പേര് വേണമെന്നുള്ള ഇല്ലാതെ അദ്ദേഹം കളിക്കുന്നത്. അതേപോലെ ഒരു പേസറിനെ കളിപ്പിച്ചേക്കാം, 2 സ്പിന്നറിനെ കളിപ്പിച്ചേക്കാം, പക്ഷെ 3 ബോളർ കൂടുതൽ കളിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാവാറ്. കാരണം ഓപ്ഷൻ ഉണ്ട്, അതിൽ വലിയ കുറ്റം പറയാനില്ല. പക്ഷെ തിളങ്ങാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ് എന്നുള്ളതാണ്. റിസ്ക് കൂടുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു കൊളാപ്സിനുള്ള സാധ്യത ഉണ്ട്. അതായത് ബോളർമാര് വളരെ അധികം നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ പോവാം. ബാറ്റിംഗ് കരുത്തായിട്ട് നിൽക്കുമ്പോൾ ബോളിംഗ് പോകുന്ന ആ രീതിയിലൊരു ബാലൻസ് നഷ്ടപ്പെടുന്ന ചില മത്സരങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു റിവാർഡ് കൂടുതലായിട്ട് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. നമുക്ക് റിസ്ക് കൂടുതൽ എടുക്കുന്ന സമയത്ത് അതിനുള്ള ഒരു ഗുണം ടീമിന് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു വിമർശനവും. അത്തരം റിസ്ക് എടുത്ത് കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന ടീമിന്റെ ബാലൻസ് നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ബാറ്റിങ്ങിൽ അത് ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ഇപ്പൊ ടോപ്പ് ഓർഡർ ആണെങ്കിലും മധ്യനിര ആണെങ്കിലും ഒരു കൊളാപ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അവസാനം എനിക്ക് തോന്നുന്നു ശിവൻ ദുബെയൊക്കെ നേരെ ഒന്ന് ബാറ്റ് ചെയ്തിട്ട് എത്ര കാലം നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഈ കിട്ടുന്ന വളരെ കുറവാണ്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ വളരെ കഴിഞ്ഞ പരമ്പര നോക്കിയാൽ ഒരു 5-6 പന്ത് ഒരു കളി അക്സറിനെ 3 നമ്പറിൽ ഇറക്കിയിട്ട് 8 നമ്പറിൽ ഇറക്കിയിട്ടുണ്ട്. അത് ഭയങ്കര അതുകൊട്ടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വലിയൊരു ടോട്ടൽ ഉണ്ടാകുമ്പോഴാണ് ഈ തരത്തിൽ ഇറക്കി വിട്ടത് ആംഗ്രി ചെയ്ത് കളിക്കാൻ വേണ്ടി. മണ്ടത്തരങ്ങൾ കുറെ ചെയ്യുന്നുണ്ട് അതിനൊപ്പാണ്. പക്ഷേ ശിവന്ദുക്ക് എനിക്കൊന്ന് ലാസ്റ്റൊക്കെ വരുമ്പോൾ വളരെ കുറച്ച് പന്തുകൾ കിട്ടുന്നില്ല. അതിന് അദ്ദേഹം ചെയ്യാൻ വരുന്നൊരു മാക്സിമം ശ്രമിക്കാറുണ്ട്. അല്ല, ഇപ്പൊ എതിരാളികൾക്കെതിരെ മധ്യ ഓവറുകളിൽ സ്പിന്നിനെ വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു ബാറ്റർ ആയിരുന്നു ശിവൻ ദുബെ. നമ്മൾ അതിന്റെ ഇടയിൽ ബോളിംഗ് ഓൾറൗണ്ടർ ചില താരങ്ങളെ ഇതിങ്ങനെ കുടുക്കിക്കളയുന്നുണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞ ഇർഫാൻ പത്താന്റെ ഒക്കെ കരിയർ. അല്ല, പക്ഷെ ശിവൻ ദുബെയുടെ സമീപകാലത്തൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ താരത്തിന്റെ സ്പിന്നിനെതിരെയുള്ള പെർഫോമൻസ് കുറച്ച് ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ചെന്നൈയിലൊക്കെ ആ രീതിയിൽ വന്ന ഒരു സമയത്ത് ചെന്നൈയുടെ ഒരു താരം കൂടിയാണ്. ചെന്നൈ ടീമിലെ നിർണായക ഒരു സാന്നിധ്യമാണല്ലോ ശിവൻ ദുബെ. അപ്പൊ എന്തായാലും ഈ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്ന മധ്യനിര ബൗളർമാർ എന്ന് പറയുന്ന ഒരു പ്രകടനം, അവരുടെ പ്രകടനം വളരെയധികം നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷനിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് T20 ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഈ മധ്യനിര ബൗളർമാരുടെ ഒരു പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകം ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വരുൺ, കുൽദീപ്, അക്സർ, വാഷിംഗ്ടൺ, ശിവൻ ദുബെ, ഹാർദിക്. ശിവൻ ദുബെ നമുക്കറിയാം അങ്ങനെ ഒരുപാട് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഇതല്ല. പക്ഷെ ഈ ലോകകപ്പ് ആവുന്ന സമയത്ത് നമുക്കറിയാം പലതരത്തിലുള്ള എതിരാളികളുണ്ട്. ഇപ്പോൾ കരുത്തുറ്റ T20 ലോകകപ്പിന്റെ ടീമുകളുടെ എണ്ണം വളരെയധികം കൂടിയിരിക്കുകയാണ്. അപ്പൊ ചില മത്സരങ്ങളിലൊക്കെ നമുക്ക് ശിവൻ ദുബെയുടെ നല്ല ബോളിംഗ് പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എല്ലാ മത്സരങ്ങളും കരുത്തുറ്റ ടീമുകൾക്കെതിരെ അല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ലോകകപ്പ് പോലുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏഷ്യ കപ്പിൽ കണ്ടതാണ് ആ രീതിയിൽ. UAE, ഒമാനൊക്കെ പോലുള്ള രാജ്യങ്ങളായിരുന്നു എതിരാളികൾ. അപ്പൊ ആ മത്സരത്തിലൊക്കെ ശിവൻ ദുബെ നല്ല ബോളിംഗ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്തായാലും
എന്തായാലും നിലവിലെ 2024 ശേഷമുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് മധ്യ ഓവറുകളിൽ ഇന്ത്യയുടെ പെർഫോമൻസ് വളരെ നല്ല പെർഫോമൻസ് ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പല പരമ്പരകളിൽ ഇന്ത്യക്ക് നല്ല രീതിയിലൊരു വിജയം നേടാനും ഒക്കെ സാധിക്കുന്നത്. ഇപ്പൊ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള പരമ്പരയും നമ്മൾ നേടിക്കഴിഞ്ഞു. ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിലും നമ്മൾ വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിജയിക്കാനുള്ള കരുത്തുള്ള ടീം തന്നെയാണ്. അപ്പോൾ ഇവരുടെ പെർഫോമൻസ്, ഈ മധ്യനിര ബോളർമാരുടെ പെർഫോമൻസ് ലോകകപ്പിൽ വളരെ നിർണായകമാകും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.